വലിയച്ഛൻ വരുന്നുണ്ട്. ഭക്ഷണം കുറച്ച് റിച്ച് ആയിക്കോട്ടെ. ഓക്കെ. നല്ല രുചി, ലഘുവാണ്. കുറവുപ്പ്, കുറവെണ്ണ, കുറവ് പഞ്ചസാര. എന്നാൽ കൂടുതൽ ആരോഗ്യം, കൂടുതൽ സന്തോഷവും. അതെ, ശ്രദ്ധയോടെയുള്ള പാചകം ചെയ്യൽ സ്നേഹത്തോടെയുള്ള പാചകം ചെയ്യലാണ്. ചേലക്കര ടൗണിൽ വഴി നടക്കാൻ ഗതിയില്ലാതെ കാൽനട യാത്രക്കാർ ദുരിതത്തിൽ. അധികൃതരുടെ അവഗണനയ്ക്കെതിരെയും കയ്യേറ്റങ്ങൾക്കെതിരെയും പ്രതിഷേധം ശക്തമാകുന്നു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ നിർമ്മാണം 105 കോടി രൂപ ചെലവിട്ട് പൂർത്തിയാക്കിയപ്പോൾ ചേലക്കര ടൗണിലൂടെയുള്ള യാത്ര സുഗമമായെങ്കിലും കാൽനട യാത്രികർക്ക് അതൊരു മരണക്കെണിയായി മാറുകയാണ്. ചേലക്കര പുതുപ്പാലം മുതൽ കോൺവെന്റ് ജംഗ്ഷൻ വരെയുള്ള കുപ്പിക്കഴുത്ത് പോലുള്ള റോഡിലൂടെ ഓരോ ചുവടും അപകട ഭീതിയോടെയാണ് സാധാരണക്കാർ വയ്ക്കുന്നത്. നടപ്പാതകളുടെ അഭാവവും ഉള്ളവയുടെ അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. കാനകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകളിട്ട് ഫുട്പാത്ത് ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഓരോ വീട്ടിലേക്കുമുള്ള വഴിക്കായി ഇവ പല ഉയരത്തിൽ കയറിയും ഇറങ്ങിയും എന്ന തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് വയോധികർക്കും വിദ്യാർത്ഥികൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതിനു പുറമെയാണ് സങ്കുചിത മനസ്ഥിതിയുള്ള ചില വ്യക്തികളുടെയും വ്യാപാരികളുടെയും ക്രൂരമായ കയ്യേറ്റങ്ങൾ. പൊതുജനത്തിന് നടക്കാനുള്ള ഫുട്പാത്തുകളിൽ പൂന്തോട്ടങ്ങൾ ഒരുക്കിയും വിറകുണക്കാനിട്ടും ചില വീട്ടുകാരും കച്ചവടം നടപ്പാതയിലേക്ക് വ്യാപിപ്പിച്ച് ചില വ്യാപാരികളും കാൽനടക്കാരെ റോഡിലേക്ക് ആട്ടിയിറക്കുകയാണ്. റോഡിലെ വെള്ളവരയ്ക്കപ്പുറം അതിവേഗമെത്തുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ജീവൻ പണയപ്പെടുത്തി നടക്കേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ നിലവിലുള്ളത്. പഞ്ചായത്ത് ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ, സ്വകാര്യ ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന രോഗികളും സാധാരണക്കാരും ഈ ദുരിതത്തിന്റെ പ്രധാന ഇരകളാണ്. റോഡരികിലെ അനധികൃത പാർക്കിംഗ് കൂടി ചേരുമ്പോൾ കാൽനടയാത്ര അസാധ്യമായി മാറി. ചേലക്കര ബൈപ്പാസ് എന്ന നാടിന്റെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായാൽ മാത്രമേ ഈ ശ്വാസമുട്ടലിന് പരിഹാരമാകൂ. കാൽനട യാത്രികരോട് അല്പം കരുണ കാട്ടണമെന്നും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുമുള്ള ദയനീയമായ അപേക്ഷയാണ് നാട്ടുകാർ ഉയർത്തുന്നത്. 16 നിയമസഭയുടെ ഈ കാലയളവിലെങ്കിലും ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുമെന്ന് ഓരോ ചേലക്കരക്കാരനും പ്രത്യാശിക്കുന്നു. CCV ന്യൂസ്, ചേലക്കര.